ഇപ്പൊ സണ്ണി പോയ വിഷമത്തി ടേസുങ് അവറിന്ന് ഫുഡ് കഴിക്കാതെ ആ ഒറ്റയ്ക്കിരുന്ന് സണ്ണി ഓർത്ത് വിഷമിച്ചോണ്ടിരിക്കും. അതിനെ ഷിംസോളും അവളിങ്ങനെ കറങ്ങാൻ വന്ന കാര്യമൊക്കെ അവളുടെ അമ്മയോട് വിളിച്ചറിയുമ്പോഴാണ്. അതേസമയം അമ്മ ഇംസോളോട് സംസാരിക്കുന്നെല്ലാം അവിടേക്ക് വന്ന സൈക്കോയും മൊത്തത്തിൽ കേട്ടോണ്ടിരിക്കും. അതോടെ അവന് മനസ്സിലായി ഇപ്പൊ ഇംസോളുള്ള സ്ഥലം എവിടാന്ന്. അതുകൊണ്ട് അവനും നേരിട്ട് അവളെ കൊല്ലാൻ വേണ്ടി അവിടേക്ക് തന്നെ പോകും. അങ്ങനെ ഇതൊന്നറിയാതെ ഇംസോളും സുൻജയുടെ ഡേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് കൂട്ടുകാരന് സഹിക്കാൻ പറ്റാതെ നിങ്ങൾ ഡേറ്റ് ചെയ്യുന്ന കാണാനാണോ എന്റെ വീട്ടിലേക്ക് കെട്ടിയെടുത്തോണ്ട് വന്നേന്ന് അവനും ചോദിക്കുമ്പോഴാണ്. അതേസമയം ടേസുങ് അവിടുന്ന് ഒരാട് പുറത്തേക്ക് വന്നിട്ട് ഒറ്റയ്ക്കാണോ പുറത്ത് കറങ്ങാൻ പോകുന്ന ചോദിക്കും. അതോടെ അവനും പെട്ടെന്ന് ഷോക്കായിട്ട് ഇതെങ്ങനെ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് ആടിനെ പിടിക്കാൻ വേണ്ടി ഇവർ സഹായമൊക്കെ ആവശ്യപ്പെടും. അങ്ങനെ എല്ലാരും കൂടി ഒന്ന് ചേർന്ന് അവസാനം ടേസുങ് അതിനെ പിടിക്കുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ കടലിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ടേസുങ്ങും കൂട്ടുകാരനും കൂടെ അവിടെ നിന്ന് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ്. അതേസമയം സുൻജയും നമ്മൾ TV കണ്ട് പ്രോമിസ് ചെയ്ത പോലെ ഒരുമിച്ച് ഇപ്പൊ ബീച്ചിലേക്ക് വന്നെന്ന് അവരുടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവന്മാർ രണ്ടുപേരും കൂടെ അവിടെ ഓടി വന്നിട്ട് നീയൊക്കെ പിന്നെ ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവനെയും പിടിച്ച് വെള്ളത്തിലാക്കും. അങ്ങനെ ഇവെല്ലാം സന്തോഷത്തോടെ ആ കടൽ എൻജോയ് ചെയ്തോണ്ട് കുറെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ടേസുങ്ങും ഇംസോളിന്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ആ സൈക്കോ രക്ഷപ്പെട്ടതുകൊണ്ട് ഇവൾ അതിനോർത്ത് പേടിക്കണം ചോദിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിൽ പേടിയുണ്ടെങ്കിലും അതോർത്തൊന്നും വിഷമിക്കുന്നില്ലെന്ന് ഇവനോട് കള്ളം പറയും. അതിനേശം അവളും ഈ ഇടയ്ക്കായിട്ട് എന്തിനാ എന്നെ കുറിച്ച് ഇത്ര കെയർ ചെയ്യുന്നെന്ന് അവൾ ചോദിക്കുമ്പോഴാണ് അവന് ഇപ്പോഴവന്റെ സ്നേഹം മനസ്സിലാക്കിയെന്ന് അവൾ ഇഷ്ടമുള്ള കാര്യമൊക്കെ പറയും. അതുകൊണ്ട് അവനും സ്കൂളിൽ പഠിച്ചപ്പോൾ ഇവൾ ഇഷ്ടമുള്ളതുകൊണ്ട് പ്രൊപ്പോസ് ചെയ്തെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾക്ക് മനസ്സിലായിട്ട് ഇവള് ടേസുവിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാലും അവളുടെ മനസ്സിൽ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ലെന്ന് ഇവർ രണ്ടുപേരും കൂടെ സമാധാനാകും. അങ്ങനെ അതേപോലെ ഇവിടെ കൂട്ടുകാരൻ വിഷമിച്ചിരിക്കുന്നിട്ട് സുൻജി അവന്റെ സന്തോഷം ഇവന്റെ കൂടെ ഒരുമിച്ച് ബാൻഡ് ചേരുന്നതെന്ന് പറയും. അങ്ങനെ ലൈഫ് ലോങ് ഇവര് സക്സസ് ആയില്ലെങ്കിലും അവന് കൂട്ടിനാണെന്ന് പറയുമ്പോഴാണ് ഇംസോളിന്റെ കൂടെ ചേർന്ന് എപ്പോഴും റൊമാൻറ്റിക് ആയിട്ടുള്ള ഡയലോഗ് ആണെന്ന് പറഞ്ഞ് അവനും കുറച്ചെങ്കിലും ആശ്വാസമാകും. അതിനുശേഷം ഇവര് നാലുപേരും കൂടെ ടേസും വാങ്ങിച്ചോണ്ടെന്ന് ഐസ്ക്രീം കഴിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഇംസോളും അവളുടെ ഫോൺ കാണുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് സുൻജയും ഒരു പക്ഷെ ആടിനെ തപ്പാൻ പോയപ്പം അവിടെ വല്ല മിസ്സായി കാണുമെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചോണ്ട് തപ്പാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഇവർ രണ്ടുപേരും പോകുന്ന വഴിക്കാണ് ഇംസോളിന് പെട്ടെന്ന് എന്തോ അവൾ രാത്രി സമയത്ത് ഈ സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകുന്ന പോലെ അവൾക്ക് റിയൽ ആയിട്ട് നടന്ന പോലെയൊക്കെ തോന്നും. കാരണം ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അവളുടെ കണ്ണിപ്പോ പ്രതീക്ഷപ്പെട്ട്. അങ്ങനെ ഇതൊന്നും മനസ്സിലാവാതെ അവളും അവന്റെ കൂടെ ആ കാട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് സുൻജി അവൾ അവിടെ സുരക്ഷയായിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ആ ഫോൺ തപ്പാൻ വേണ്ടി അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇംസോളും അവൾക്ക് വീണ്ടും എന്തോ കാഴ്ചപ്പെട്ടതോടെ ഇവൻ പറഞ്ഞു കേൾക്കാതെ അവൾ അവിടെ നടന്നു പോകും. അതേസമയം സുൻജയും അവളുടെ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ ഇംസോളിനെ കാണത്തില്ല. അതോടെ അവന് മൊത്തത്തിൽ പേടിച്ചു പോകും. ഇനി ആ സൈക്കോ അല്ലേ ഇവിടേക്ക് വന്നോന്ന് പറഞ്ഞ്. അങ്ങനെ അവന് ടെൻഷനായിട്ട് ഇംസോൾ എന്ന് പറഞ്ഞ് അവിടെ ഫുൾ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവളാണ് ആ കാടിന്റെ ഒരു അറ്റത്ത് നിന്ന് അവളിങ്ങനെ കുത്തിയിരിക്കും. ഇത് കണ്ട് അവൻ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഇവൾക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ചോദിക്കുമ്പോഴാണ് അവൾ എന്തോ കൊണ്ട് പേടിച്ച പോലെ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് പോവാൻ സുൻജയെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും ഇവൾ ടെൻഷനായിട്ടിരിക്കുന്നിട്ട് ഇവളുടെ മനസ്സിൽ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ആ ധൈര്യമായിട്ട് ഇവനോട് പറയാന്ന് അവൻ അവളോട് ചോദിക്കുമ്പോഴാണ് അവൾ ആ സൈക്കോയെ കുറിച്ച് ഇവൻ അറിയില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ മനസ്സിൽ ഒന്നില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവന്റെ മനസ്സിൽ വിചാരിക്കും നീ ആ സൈക്കോയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ആ സമയത്ത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ വരുമെന്ന്. അങ്ങനെ അതും വിചാരിച്ച് ഇവരുടെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ രാത്രിയായിട്ടും അച്ഛൻ സുൻജയ്ക്ക് വേണ്ടി ബാത്റൂമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. എന്റെ മോനെ നീ ഇതുവരെ എന്താടാ വീട്ടിൽ എത്താത്ത? നിന്റെ അച്ഛൻ രാവിലെ തൊട്ടേ പട്ടിണിയായിട്ട് കിടക്കുക. ഇവിടെ ആരും ഇല്ല എന്നെ സഹായിക്കാൻ. നിന്നെ ഫുഡ് പോലും കഴിക്കാതെ അച്ഛന്റെ സൗണ്ട് മൊത്തത്തിൽ പോകും. അപ്പോഴാണ് അച്ഛന് പെട്ടെന്ന് എല്ലാവർക്കും ആദ്യം തോന്നുന്ന ഐഡിയ അവസാനമായിട്ട് തോന്നും. ഇപ്പോഴേ എനിക്ക് ഓർമ്മ വന്ന് എനിക്ക് ആ ഡോർ തള്ളി പൊളിക്കാലോ. എന്തായാലും ആ ചീത്തയായിരിക്കുക. പുതിയ ഡോർ മാറ്റേണ്ട സമയമായി. എന്നിട്ട് അച്ഛനും കുറച്ച് സ്ട്രോങ് ആയിട്ട് ഓടിച്ചെന്ന ഡോർ പൊളിക്കാൻ നോക്കുമ്പോഴാണ് അച്ഛന്റെ ഷോൾഡർ മൊത്തത്തിൽ അങ്ങ് പോകും. അതോടെ ശക്തമായി എന്നെ കൊണ്ട് തന്നെ ഈ ഡോർ പൊളിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അച്ഛൻ വീണ്ടും അവിടെ തന്നെ പെട്ടുപോകും. ഇതേ സമയം സുൻജയും തിരിച്ചവന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അവന്മാരാണ് കൂട്ടുകാരന്റെ അച്ഛനമ്മയായിട്ട് കടലിലേക്ക് ഒക്ടോബസിനെ പിടിക്കാൻ വേണ്ടി പോയെന്ന് മെസ്സേജ് ഇട്ടേക്കും. അങ്ങനെ അരമണിക്കൂർ ഇവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോഴാണ് സുൻജയാണ് മെസ്സേജ് കണ്ടിട്ട് ഇവളോട് ആ കാര്യം പറയും. ഇതോടെ അവളും ഒക്ടോബസിനെ പിടിക്കാൻ ഞാനും ഉണ്ടെന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് സുൻജ അവളെ തടഞ്ഞിട്ട് എനിക്ക് അവിടേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവളെ പിടിച്ച് അവളെ നിർത്തും. ഇതേ സമയം കുറെ നേരമായിട്ട് അവർക്ക് വെയിറ്റ് ചെയ്തിട്ട് ടേസുങ് അവരെവിടെ പോയെന്ന് ചോദിക്കുമ്പോഴാണ് കൂട്ടുകാരനെല്ലാം മനസ്സിലായി ഇനി അവരിന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി എടുക്കാൻ വേണ്ടി അവന്റെ അച്ഛനോട് പറയും. അപ്പോഴാണ് ഇത് ടേസുങ്ങും അപ്പൊ അവരുടെ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാക്കിയെന്ന് പറഞ്ഞ് അവൻ അബദ്ധവശം നടക്കാതിരിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഇവൻ അവർ കുറച്ച് പ്രൈവസി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ടേസുങ്ങിനെ പിടിച്ച് ഇവിടെ ഇരുത്തും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇംസോളും സുൻജയെ ചിരിപ്പിക്കാൻ വേണ്ടി കുറച്ച് തമാശയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഇത് കേട്ട് വീണ്ടും അവനും ചിരിയൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിരിഞ്ഞ് ചിരിക്കുമ്പോഴാണ് അവൾ ഇങ്ങനത്തെ ചീഞ്ഞ കോമഡി പറഞ്ഞാല് നിനക്കൊക്കെ ചിരി വരത്തുള്ളെന്ന് അവള് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യും. അപ്പോഴാണ് അതേസമയം മറ്റേ ആട് വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ ഇംസോളും പേടിച്ച് അവിടെ നിന്ന് വീഴുമ്പോഴാണ് വീണ്ടും ഇവർ തമ്മിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. അതോടെ അവളും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എങ്കിൽ പിന്നെ ഞാൻ പോയി കിടക്കാൻ പോകാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മുങ്ങാൻ നോക്കുമ്പോഴാണ് സുൻജയാണ് എങ്കിൽ പിന്നെ ഞാനും കിടക്കാൻ
വരാന്ന് അവളോട് പറയും. ഇതോടെ അവള് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് അവന്റെ അമ്മ ഇവളെ ഗസ്റ്റ് റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പറഞ്ഞ കാര്യം പറയുമ്പോഴാണ് അവനും ഈ സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് കിടക്കുന്ന അത്രയ്ക്ക് സേഫ് അല്ലെന്ന് പറയും. കാരണം ഇവിടെ കുറെ പ്രേതമൊക്കെ രാത്രി ചുറ്റി കറങ്ങുന്ന പറയുമ്പോഴാണ് അവൾ ഇവൻ പറയുന്നതൊക്കെ മനസ്സിലാക്കി പ്രേതത്തിനെ കണ്ടെന്ന് ഇവൾക്ക് പേടിയില്ലെന്ന് പറഞ്ഞിട്ട് അവൾ റൂമിലേക്ക് ചെന്ന് കിടന്നുറങ്ങും. അതേസമയം സുഞ്ചാണ് പുറത്തിരുന്നോണ്ട് ഇവളുടെ റൂമിലേക്ക് എങ്ങനെയൊക്കെ പോകണമെന്ന് പറഞ്ഞ് പുറത്തിരുന്ന് പ്രേതത്തിനെ പോലെ കുറെ സൗണ്ടൊക്കെ കൊടുത്തോണ്ടിരിക്കും. പക്ഷെ അവളുടെ റൂമിൽ നിന്ന് ഒരു അനക്കവും വരാത്തോണ്ട് അവസാനം ഇവൻ തന്നെ പേടിച്ച പോലെ അവളുടെ റൂമിലേക്ക് അകത്തേക്ക് കയറി പോകും. ഹിംസോൾ, പുറത്ത് പ്രേതത്തിന്റെ സൗണ്ടൊക്കെ കേട്ടില്ലേ, എനിക്ക് പേടിയാവുന്നു, ഞാൻ ഇവിടെ തന്നെ കിടക്കാൻ പോ. എന്നിട്ട് അവനും ബെഡ്ഷീറ്റൊക്കെ ഇട്ട് അവിടെ കിടക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവളും എങ്കിൽ പിന്നെ നീ ഇവിടെ കിടന്നെന്ന് പറഞ്ഞിട്ട് അവള് പുറത്തേക്ക് പോകാൻ നോക്കും. അപ്പോഴാണ് അവൻ അവളെ തടഞ്ഞിട്ട് പ്രേതമുള്ളപ്പോ നിന്നെങ്ങനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നു പറഞ്ഞ് അവൻ അവളെ പിടിച്ച് ഇരുത്താൻ നോക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും ചിരിച്ചിട്ട് നിനക്ക് ഒരുമിച്ച് കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കള്ളം പറയാ നേരിട്ടങ്ങ് പറഞ്ഞാൽ പോലെ എന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് സന്തോഷത്തി അങ്ങനെ ചോദിക്കുവാണെങ്കിൽ സമ്മതിക്കുമായിരുന്നെന്ന് അവളോട് ചോദിക്കും. അതോടെ അവളും പറ്റത്തില്ലെന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് അവനും അവിടുത്തെ തലേനൊക്കെ എടുത്ത് നടുക്ക് വെച്ചിട്ട് ഈ വരയുടെ അപ്പുറത്ത് ഒരിക്കലും വരത്തില്ലെന്ന് പറയും. അതിനുശേഷം അവന് സമ്മാനത്തിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഹിംസോളായിരിക്കും ആദ്യം അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ ഉറങ്ങുന്നുണ്ട് അവളിങ്ങനെ സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും വരയുടെ ഇപ്പുറത്ത് വന്ന അതെന്റെ പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞ് പെട്ടെന്ന് അവളെ പിടിച്ചങ്ങ് അടുപ്പിക്കും. ഇതോടെ അവള് ശയ്യാകുമ്പോഴാണ് ഇന്ന് രാത്രി ഫുള്ള് നമുക്ക് ഇങ്ങനെ തന്നെ കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് അവളെ ഹഗ് ചെയ്താൽ ഉറങ്ങാൻ തുടങ്ങും. അപ്പോഴാണ് അവളും ഇവന്റെ ഹൃദയത്തിന്റെ സൗണ്ട് കേട്ട് ഇതെന്തുവാൻ ചോദിക്കുമ്പോഴാണ് അവനൊരു പക്ഷെ പ്രേതത്തിന്റെ സൗണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞ് അവളെ കളിയാക്കും. അതിനുശേഷം അവനും ഇനി ഇവള് പോവാൻ എത്ര ദിവസം കാണും ചോദിക്കുമ്പോഴാണ് ഒരേശം അവള് ഇന്നത്തോടെ ഇവിടുന്ന് ഫ്യൂച്ചറിൽ പോവാണ്, പിന്നെ അതിനോർത്ത് അവൻ വിഷമിക്കില്ലെന്ന് പറയുമ്പോഴാണ് അവന് കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും ഇവള് പറഞ്ഞുകൊണ്ട് അവൻ കരയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് പെട്ടെന്ന് അവൾ അവനെ കിസ് ചെയ്തിട്ട് അവൻ ഇഷ്ടമെന്ന് പറഞ്ഞ് അവൾ പ്രൊപ്പോസ് ചെയ്യും. ഒരു ഷിപ്പ് ഇത് പറഞ്ഞില്ലെങ്കിൽ അവൾ ഇതോർത്ത് വിഷമിക്കുന്ന പറയുമ്പോഴാണ് അവന് അവൾ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേർ റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം അച്ഛന് മോൻ വരുത്തില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ടോയ്ലറ്റ് പേപ്പർ എടുത്ത് ഹിംസോളിന്റെ വീട്ടിലേക്ക് അങ്ങ് എറിഞ്ഞിടും. അപ്പോഴാണ് ഇത് കണ്ട അമ്മയും ടോയ്ലറ്റ് പോയിട്ട് ആരാ പേപ്പറൊക്കെ വലിച്ചുവാരി എറിയുന്നതെന്ന് അമ്മയെ നോക്കുമ്പോഴാണ് അച്ഛൻ അവിടെ ബാത്റൂമിൽ പെട്ട് കിടക്കുന്ന ഇവർക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം ഇവരും ആ ഡോർ പൊളിച്ച് അച്ഛനെ രക്ഷിക്കാന്ന് പറയുമ്പോഴാണ് അച്ഛനാണ് സ്ട്രോങ് ആയിട്ടുള്ള എന്നെ കൊണ്ട് തന്നെ പറ്റില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെ പറ്റുമെന്ന് പറഞ്ഞ് എമർജൻസി നമ്പറിന് ഫോം വിളിക്കാൻ പറയുമ്പോഴാണ് അമ്മയാണ് ഒറ്റയടിക്ക് ആ ഡോറ് പൊളിച്ചങ്ങ് വിടും. അപ്പോഴാണ് ഇതുകൊണ്ട് അച്ഛന് വിശ്വസിക്കാൻ പറ്റാതെ എന്നെ രക്ഷിച്ചിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഇമോഷണൽ ആകും. എന്നിട്ട് ഇവിടെ കൂട്ടുകാരന്റെ ഫാമിലിയും ടേസുങ്ങിന്റെ കാറ് കടലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് അവന് വിഷമത്തോടെ സണ്ണിക്ക് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ തിരിച്ച് ഇവരെല്ലാം ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇംസോളും അവളിപ്പോ എവിടാന്ന് ചോദിച്ചിട്ട് ഷോക്കായി എഴുന്നേക്കും. ഇത് കണ്ട് അവനും എത്രയും പെട്ടെന്ന് പോയെന്ന് പറഞ്ഞ് അവളെ തടഞ്ഞെടുത്തുമ്പോഴാണ് അവള് ഞാൻ എന്തിനാ ഇപ്പൊ ഇവിടെ ഉള്ളതെന്ന് അറിയാതെ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷെ ഇവളിത് വെറുതെ അവന്റെ അടുത്ത് ആക്ട് ചെയ്ത കാരണം ഇവളുടെ കാഴ്ചപ്പാടി ആ ഫ്യൂച്ചർ നടക്കുന്ന കാര്യങ്ങൾക്ക് വന്നുപോയതോടെ ആ ഫോറസ്റ്റ് വെച്ച് ആ സൈക്കോ ഇവളിനെ കൊല്ലാൻ വന്നപ്പോ സുഞ്ചി അവിടേക്ക് ഒന്ന് രക്ഷിക്കാൻ നോക്കിയതൊക്കെ ഇവളുടെ കാഴ്ചപ്പാടി വന്നു കാണും. അങ്ങനെ അതുകൊണ്ടാണ് ഇവളും ആ ഒരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടി ഇവൾക്ക് ഇപ്പൊ ഒന്നും ഓർമ്മയില്ലാത്ത പോലെ ഇവനെ പറഞ്ഞിട്ടിട്ട് ഇവളെല്ലാം ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു കാണും. അപ്പോഴാണ് അതേസമയം സുഞ്ചിയും ട്രെയിൻ ഇരുന്നുണ്ട് അവൾ ഇന്നലെ പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് നോക്കിയിട്ട് അതിനുമ്പ് ഇവള് ഫ്യൂച്ചറിലേക്ക് പോയെന്ന് പറഞ്ഞ് അവനും കരയാൻ തുടങ്ങും. അതേസമയം ഇവൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് ഇവൾക്ക് ഓപ്പോസിറ്റ് ട്രെയിനിൽ നിന്ന് ആ സൈക്കോ അവിടേക്ക് ഇറങ്ങി വരുന്നത്. ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് നടന്ന ഒരു സീൻ കാണിക്കുവാണ്. അങ്ങനെ ഇംസോളിന്റെ ബർത്ത്ഡേക്ക് സുഞ്ചി അവളെയും വിളിച്ചോണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇംസോളും ഒരു പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചോണ്ട് അവിടേക്ക് വരും. അപ്പോഴാണ് അവനും ഈ പാർക്ക് അത്രയ്ക്ക് സ്പെഷ്യൽ ആണെന്ന് ചോദിക്കുമ്പോഴാണ് അവളുടെ അച്ഛനായിട്ട് അവസാനം ഇവിടെയൊക്കെ വന്നേന്ന് പറയും. അതുകൊണ്ട് ഇത് അവളുടെ മെമ്മറിയാന്ന് പറയുമ്പോഴാണ് അവൻ അതോർത്ത് ഫീൽ ചെയ്തിട്ട് എങ്കിൽ പിന്നെ ഫ്യൂച്ചറിലും ഇതേ സ്ഥലത്ത് നമുക്ക് മീറ്റ് ചെയ്യാന്ന് അവൻ അവൾക്ക് പ്രോമിസ് ചെയ്യും. അപ്പോഴാണ് അവളും ഇവൻ പറഞ്ഞ പോലെ ഫ്യൂച്ചർ മാറി നമുക്ക് ഒരുമിച്ച് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ പാർക്ക് മൊത്തം ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവൻ ഇംസോളിനെ വിളിച്ചോണ്ട് ഓരോ റൈഡിന് പോകുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഷെയർ ചെയ്ത് വാങ്ങിച്ച ഫുഡ് അവൻ ഒറ്റയ്ക്ക് എടുത്തങ്ങ് വിഴുങ്ങും. ഇതോടെ അവളും ദേഷ്യപ്പെട്ട് പോകുമ്പോഴാണ് ഇവളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവനും ഒരു ഗോസ്റ്റ് കേവിലേക്ക് അവളും വിളിച്ചോണ്ട് പോകും. അതിനുശേഷം അവനും എന്ത് വന്നാലും പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഫ്രണ്ടിൽ നടക്കുമ്പോഴാണ് ആദ്യം സുഞ്ചി ആയിരിക്കും അത് കണ്ട് പേടിക്കുന്നത്. പക്ഷെ ഇംസോള് അവൾ ഇതൊന്നും കണ്ട് പേടിക്കാതെ അവസാനം അവള് തന്നെ സുഞ്ചിയെ പേടിപ്പിച്ച് പുറത്തേക്ക് പറഞ്ഞേക്കും. അതിനുശേഷം ഇതൊക്കെ കണ്ട് അവളും ചിരിച്ചിട്ട് അവൻ വരാൻ വേണ്ടി ഫെറിസ് വീല് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവൻ അവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ഓടി അവളുടെ അടുത്തേക്ക് വരും. അതിനുശേഷം ഇവരുണ്ട് അത് റൈഡ് ചെയ്യുമ്പോഴാണ് സുഞ്ചയും ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് അവള് വിഷ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അവളുടെ പോക്കറ്റിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴാണ് അവളെ തുറന്നു നോക്കുമ്പോൾ ഈ ലോക്കറ്റ് എപ്പോഴാ വെച്ചെന്ന് പറഞ്ഞ് അവള് ഷോക്കായി പോകും. അങ്ങനെ യെസ് എന്ന് പറഞ്ഞ ലോക്കറ്റ് കണ്ടിട്ട് ഇവള് മൊത്തത്തിൽ ഇംപ്രസ് ആയിരിക്കുമ്പോഴാണ് അത് ഞാൻ തന്നെ ഇട്ടുതരാന്ന് പറഞ്ഞിട്ട് അവൻ അവൾക്ക് അതങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്ക് ഒരു റൈഡും കഴിയുമ്പോഴാണ് അങ്ങേര് ഇവരെ കണ്ടിട്ട് കപ്പിൾസിനുണ്ട് ഒരു റൗണ്ടും കൂടെ തരാന്ന് പറഞ്ഞ് ആ റൈഡ് കണ്ടിന്യൂ ചെയ്യും. ഇതോടെ അവള് മൊത്തത്തിൽ നാണം കിട്ടിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങേരെല്ലാം തെറ്റിരിക്കുക എന്ന് വിചാരിക്കുമ്പോഴാണ്
അതൊന്നും സീനില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഫ്യൂച്ചറിൽ നിന്ന് ഇവിടേക്ക് വന്ന് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയുമ്പോഴാണ് അവളും ഞാനാ നിനക്ക് താങ്ക്സ് പറയേണ്ടതെന്ന് അവനോട് പറയും. കാരണം ഫ്യൂച്ചർ ഇവിടെ ജീവിക്കാൻ കാരണം തന്നെ ഇവനാന്ന് പറയുമ്പോഴാണ് രണ്ടുപേർ തമ്മിലുള്ള ഇഷ്ടമൊക്കെ ഷെയർ ചെയ്തിട്ട് അവർ പരസ്പരം കിസ് ചെയ്യും. അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എടുത്തിരുന്നു. ഇനി ആ സൈക്കോയുടെ അടുത്തിരുന്ന് ഹിംസോൾ എങ്ങനെയായിരിക്കും രക്ഷപ്പെടുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. സോ അതുവരെ ടാറ്റാ ബൈ ബൈ. Shiv Edits.